കൗമാരപ്രായത്തിൽ തന്നെ ഈശ്വര ചിന്തയിൽ ധന്യത തേടിയ ഒരു കന്യകയാണ്. പിൽക്കാലത്ത് സ്വന്തം വഴികൾ തിരഞ്ഞെടുത്ത് മാനവസേവ ആണ് മാധവസേവ എന്ന് തെളിയിച്ച മദർ തെരേസ. മദർ തെരേസ ഇന്ത്യയിൽ വന്നത് ഒരു മിഷണറി അധ്യാപിക എന്ന നിലയിലാണ്. എന്നാൽ ഏതോ ഒരു സമയത്ത് അവരെ ഈശ്വരൻ വിളിച്ചു. ഉത്തര ബംഗാളിലെ സ്വർണ്ണ നിറമുള്ള ഗോതമ്പ് വയലുകളിൽ കൂടെ പാഞ്ഞുപോയ ഒരു തീവണ്ടിയിലിരിക്കുമ്പോൾ ഈശ്വരൻ്റെ ശബ്ദം മദർ തെരേസ കേട്ടു. കോൺവെൻറ്റിൻ്റെ മതിലുകൾക്ക് പുറത്തു വന്ന് കൽക്കത്തയിലെ പാവപ്പെട്ട ദരിദ്രവാസികളായി കരുതപ്പെട്ട ആളുകൾക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള ആഹ്വാനം. അവർ മഠത്തിൽ നിന്ന് അച്ചടക്കം ലംഘിച്ചുകൊണ്ട് പുറത്തു പോവുകയല്ല ചെയ്തത്. സഭയുടെ അധികാരികളുടെ അനുവാദം വാങ്ങിച്ചുകൊണ്ട് തൻ്റെ സ്വന്തമായ വഴിയിൽ കൂടെ ഈ മാനവസേവ മാധവസേവ എന്ന ആശയം പ്രാവർത്തികമാക്കാൻ അവർ തുനിഞ്ഞിറങ്ങി. അങ്ങനെ അനുവാദം കിട്ടി പുറത്തിറങ്ങിയപ്പോൾ ഒരു പുതിയ കന്യാസ്ത്രീ സമൂഹം എന്നുള്ള നിലയിൽ അവർക്ക് ഒരു വേഷം വേണമായിരുന്നു. അതിന് അവർ അന്ന് തിരഞ്ഞെടുത്തത് കൽക്കട്ട മുനിസിപ്പൽ കോർപ്പറേഷനിലെ തൂപ്പുകാരികളായ സ്ത്രീകളുടെ വേഷമാണ്. കൽക്കട്ടയിൽ ഡ്രെയിനേജ് പൂർണ്ണമായിരുന്നില്ല. മലം ചുമക്കുന്ന തൂപ്പുകാരികൾ ധരിച്ചിരുന്ന നീലക്കരയുള്ള വെള്ള സാരി, അതാണ് മദർ തെരേസ യൂണിഫോമായി തിരഞ്ഞെടുത്തത്. ഇന്ന് ലോകത്തൊട്ടാകെ അവരെ അനുകരിക്കുന്ന കന്യാസ്ത്രീകൾ നീലക്കരയുള്ള ഈ വെള്ള സാരി ആണ് ഉപയോഗിക്കുന്നത്, കൽക്കത്ത കോർപ്പറേഷനിലെ പാവപ്പെട്ട തൂപ്പുകാരികളെ പോലെ. മദർ വഴിയരികിൽ കണ്ട എല്ലാവരെയും സ്വീകരിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തു. കുഷ്ഠരോഗികളുടെ വ്രണം വച്ച് കെട്ടി, മരിക്കാൻ കിടന്നവർക്ക് ഒരു തണലും സ്നേഹവും നൽകി. മരുന്ന് ആവശ്യമുള്ളവരെ ആശുപത്രികളിലെത്തിച്ചു. അവർക്ക് പണമുണ്ടായിരുന്നില്ല. അവർ ചെയ്യുന്ന പ്രവൃത്തികൾ കണ്ട ആളുകൾ അവർക്ക് പണം കൊടുത്തു. അവരാരുടെയും മതം അന്വേഷിച്ചില്ല. ആസന്ന മരണരുടെ ഭവനത്തിൽ വരുന്ന ആളുകൾ ഹിന്ദുക്കളാണെങ്കിൽ അവരുടെ ശരീരം ദഹിപ്പിക്കാനുള്ള ഏർപ്പാട് ചെയ്തു. മുസ്ലിമുകളാണെങ്കിൽ അവരുടെ മയ്യത്ത് അടക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തു. അങ്ങനെ ജാതിയും മതവും നോക്കാതെ മാനവസേവ മാധവസേവ എന്ന് കരുതിയാണ് ആ മഹതി ജീവിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഭാരതം അവരെ ഭാരതത്തിൻ്റെ രത്നമായി അവരോധിച്ചത്. അവരുടെ ജീവിതാദർശനവും ഭഗവാൻ സായിബാബ ഉയർത്തിപ്പിടിച്ച ജീവിതാദർശനത്തിൻ്റെ മുഖങ്ങളും വളരെ സാധർമ്മ്യവും സാജാത്യവും ഉള്ളതാണ്. മതപരമായ വിശ്വാസം പ്രതിഫലിക്കേണ്ടത് മനുഷ്യസ്നേഹപരമായ പ്രവർത്തനങ്ങളിലാണ് എന്നുള്ള വിശ്വാസം ആണ് സായിബാബയും പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണല്ലോ മാനവസേവ മാധവസേവ എന്ന് പറയുന്നത്. ആ ആശയം ദീർഘകാലം ജീവിതത്തിൽ പാലിക്കുകയും തെളിയിക്കുകയും ആ ആശയത്തിന് ലോകത്തൊട്ടാകെ ധാരാളം അനുയായികളെ സൃഷ്ടിക്കുകയും ചെയ്തയാളാണ് മദർ തെരേസ. മദറിനെ ഓർക്കുന്നതിനേക്കാൾ കൂടുതൽ മദർ പ്രതിനിധാനം ചെയ്ത ആശയങ്ങളെ ഓർക്കാൻ, അവരുടെ വിശ്വാസങ്ങളെ ഓർക്കാൻ, മനുഷ്യനെ സേവിക്കുന്നതിൽ അവർ കാണിച്ച വലിയ തൃഷ്ണയെക്കുറിച്ച് ബോധവാന്മാരാകാൻ ഒക്കെ നമുക്കെല്ലാവർക്കും സംഗതിയാകട്ടെ. മനുഷ്യനെ സ്നേഹിക്കുകയും മതത്തിൻ്റെ മതിൽക്കെട്ടുകൾക്ക് മനുഷ്യനെ പിരിച്ചു നിർത്തുവാൻ കഴിയുകയില്ല എന്ന് സ്വന്തം ജീവിതം കൊണ്ട് തെളിയിക്കുകയും ചെയ്ത ആ മഹാവ്യക്തിയായ മദർ തെരേസയുടെ ആശയങ്ങൾ